ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബ്രെഡും പാലും വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ഭയങ്കര ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ആർക്കും തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി ഇതിൻ്റെ സൈഡെല്ലാം നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. സൈഡ് ഭാഗം നമ്മൾ എടുക്കണില്ല. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഞാൻ ഭയങ്കര ക്വാണ്ടിറ്റി കുറച്ചാണ് ഉണ്ടാക്കുന്നത്, അതാണ് ഞാൻ ഇത്രയും ബ്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഒന്ന് സൈഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ബട്ടർ യൂസ് ചെയ്യണതാണ്. നെയ്യിൽ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ ചുവ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനിവിടെ ബട്ടർ ഇല്ലാത്തത് കൊണ്ടാണ് നെയ്യ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് രണ്ട് സൈഡും നമുക്ക് ഒരേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരു ഗോൾഡൻ കളറാണ് രീതിയിൽ നമുക്ക് ഇത് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പുഡിങ്ങിൽ നമ്മൾ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ആഡ് ചെയ്യണില്ല. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ബ്രെഡൊക്കെ രണ്ട് സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നും കൂടാതെ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കട്ടകൾ കൂടാതെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നല്ലവണ്ണം മധുരം കുറച്ചിട്ടാണ് കേട്ടോ പുഡിങ് തയ്യാറാക്കുന്നത്. അതാണ് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വിടാതെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കസ്റ്റാർഡ് പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ കട്ടകളില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബദാം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതാണ് മധുരം നല്ലതുപോലെ കുറച്ചത് കേട്ടോ. മധുരം അധികം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഞാൻ അളവ് കുറച്ചത്. നിങ്ങൾ മധുരം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ 2 ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡ് ഒരെണ്ണം വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായി കസ്റ്റർഡ് മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ചേർത്ത് ഇതേപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള കസ്റ്റർഡ് മിക്സ് കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും കസ്റ്റർഡ് മിക്സ് വരുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം കസ്റ്റർഡ് മിക്സിൽ ഇരുന്ന് ബ്രെഡ് കുതിർന്നിട്ട് ഇത് കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. എനിക്കിവിടെ ചെറിയൊരു മിസ്റ്റേക്കായിട്ട് തോന്നിയത് ഒരു 2 ബ്രെഡ് കൂടി എടുക്കായിരുന്നു എന്നാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ലായിരുന്നു, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റർഡ് മിക്സ് എല്ലാം ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിത് ഈ പുഡിങ് കഴിക്കണ നേരത്തെ ഇടയിലൊക്കെ ആ നട്ട്സ് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു ഓവർനൈറ്റ് വെക്കുകയെന്ന് വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഈസി ആയിട്ടുള്ള ക്രീമി പുഡിംഗ് ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിക്കുക. ഇനി അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം കേട്ടോ.